പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന മൂവി നല്ലൊരു കോമഡി പടമാണ്. ഈ പടം ദിലീപിൻ്റെ ഏറ്റവും മികച്ച ഒരു പടമാണ്. എന്നാൽ ചിലവരൊക്കെ ഈ സിനിമ കണ്ടിട്ട് മോശം സിനിമയാണെന്ന് പറഞ്ഞിരുന്നു. എങ്കിലും അതുപോലെയല്ല, ഈ സിനിമ കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു സിനിമയാണ്. ഈ സിനിമ ടു കൺട്രീസ് പോലെ പൊട്ടിച്ചിരിക്കുന്ന കഥയായിരിക്കില്ല, പക്ഷെങ്കിൽ പോലും മികച്ച ഒരു നല്ല സിനിമയാണ്. ഇതൊരു കോമഡി മൂവിയാണ്, നല്ലൊരു ഫാമിലി മൂവിയുമാണ്. നിങ്ങൾക്കൊക്കെ ഉറപ്പായിട്ട് കാണാൻ പറ്റിയ മികച്ചൊരു സിനിമയുമാണ്. ദിലീപ് ആ വേഷത്തിൽ ഏറ്റവും നല്ല രീതിയിലാണ് അഭിനയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഡാൻസ് ശ്രീനിവാസനാണ് ചെയ്തിരുന്ന മൂവികളെല്ലാം 8 നില പൊട്ടിയതായിരുന്നു. എന്നാൽ ഈ സിനിമയിൽ തന്നെ നല്ല രീതിയിലുള്ള വേഷമാണ് ചെയ്തിരിക്കുന്നത്. കുറച്ച് ഭാഗങ്ങളിലാണ് ഡാൻസ് ശ്രീനിവാസനുള്ളത്, എങ്കിലും മികച്ചതായിട്ട് അഭിനയിച്ചിരിക്കുന്നു. മഞ്ജു പിള്ള ഏറ്റവും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഈ സിനിമയിൽ മികച്ച അഭിനയം തന്നെ കൊടുത്തിട്ടുമുണ്ട്. ഈ സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികളെ പറ്റിയൊക്കെ പറയുന്ന ഒരു നല്ലൊരു മൂവിയാണ്. ഇത് ഫാമിലിയായി കാണാനും നമ്മുടെ കുട്ടിക്കാലത്തിലേക്ക് കൊണ്ടുപോകാനായി കഴിയുന്ന ഏറ്റവും നല്ല ഒരു കഥയും കൂടിയാണിത്. ഓരോ ഭാഗത്തെയും നല്ല രീതിയിൽ തന്നെ ഈ കഥ ചെയ്തിട്ടുമുണ്ട്. ആവശ്യത്തിനുള്ള കോമഡി, ചെറിയ സങ്കടങ്ങൾ മാത്രമേ ഈ മൂവിയിലുള്ളൂ. അതുപോലെ തന്നെ ഏറ്റവും നല്ലതായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നതും. ദിലീപിൻ്റെ മറ്റുള്ള സിനിമയിലേക്കാട്ടും വ്യത്യസ്ത രീതിയിലുള്ള ഒരു സിനിമയാണിത്. നിങ്ങൾക്ക് ഈ സിനിമ മുഴുവനുമായി എക്സ്പ്ലനേഷനായി കേൾക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ചാനലിൽ ഇടുന്നതുമായിരിക്കാം. ഈ കഥ തിയേറ്ററിൽ പോയി കാണാൻ താല്പര്യമുള്ളവർ ഫാമിലിയായി കാണാൻ പറ്റിയ ഒരു മൂവി തന്നെയാണിത്. കഥകൾ ഇഷ്ടപ്പെടുന്ന എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി ഞാൻ ഇത് എക്സ്പ്ലനേഷനും ചെയ്യാൻ റെഡിയാണ്. ഇത് OTP റിലീസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കഥ ഞാൻ പറയാം. അതിന് താല്പര്യമുള്ളവർക്കും ഈ കഥ കേൾക്കാൻ താല്പര്യമുള്ളവരും ഈ ചാനൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ, കമൻറ്റ് ചെയ്യാനും മറക്കേണ്ട. അതുപോലെ തന്നെ ലൈക്കും ചെയ്യണേ. തുടരുമെന്ന മൂവി തിയേറ്ററിൽ എത്തിയപ്പോൾ അതുപോലെ തന്നെ ദിലീപിൻ്റെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ഈ മൂവി എല്ലാവരും ഏറ്റെടുത്തിരുന്നു. നല്ലൊരു വിജയകരമായ ഒരു സിനിമയായിരുന്നു ഇത്. ടോണി ആൻ്റണിയും ഈ സിനിമയിൽ മികച്ച തന്നെ ഒരു സീൻ കാണിക്കുന്നുണ്ട്. ഓരോ സീനുകളും വ്യത്യസ്ത രീതികളിലാണ്. ആ സിനിമ കാണുമ്പോൾ തന്നെ അതിൻ്റെ ഓരോ ആവിഷ്കാരവും നമുക്ക് മനസ്സിലാകുന്നതുമാണ്. നമുക്ക് ചുറ്റും നടക്കുന്ന ചില പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു സിനിമയും കൂടിയാണിത്. ജീവിത മുഹൂർത്തങ്ങളും സന്തോഷവും സങ്കടവും എല്ലാം ചേർന്ന ഒത്തൊരുമിച്ച ഒരു മികച്ച നല്ലൊരു സിനിമ തന്നെയാണിത്. ദിലീപ് പ്രിൻസായി വരുന്ന നല്ലൊരു സിനിമയും കൂടിയാണ്. മറ്റുള്ള സിനിമകളിൽ ദിലീപ് ചെയ്തിരുന്ന ഓരോ ആവിഷ്കാരങ്ങളും ദിലീപിൻ്റെ ഓരോ അഭിനയങ്ങളിൽ നിന്നും വ്യത്യസ്ത രീതിയിലുള്ള ഒരു അഭിനയം തന്നെയാണിത്. ദിലീപിൻ്റെ മറ്റുള്ള സിനിമകളിൽ വെച്ച് അപേക്ഷിച്ച് ഇത് കൂടുതൽ നല്ലതായിട്ട് എനിക്ക് തോന്നിയിരുന്നു. എന്നാൽ ബിന്ദു പണിക്കറും ഉർവശി, സിദ്ദിഖ്, ജോസ്കുട്ടി ജേക്കബും ഇവരെല്ലാവരും ഈ സിനിമയിൽ നല്ല മികച്ച സീനുകൾ തന്നെ ചെയ്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലെല്ലാം പ്രിൻസ് ആൻഡ് ഫാമിലിക്ക് മോശം അഭിപ്രായങ്ങളെല്ലാം വരുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം തെറ്റാണ്. ദിലീപിന് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ് ഇങ്ങനെ കമൻറ്റുകൾ ചെയ്യുന്നത്. എന്നാൽ ഏറ്റവും നല്ല ഫാമിലി മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എക്സ്പ്ലനേഷൻ കേൾക്കാൻ താല്പര്യമുള്ള എൻ്റെ കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ.